പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അത് കൊണ്ടുവന്നു വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്റർ നീളം വെച്ചിട്ടുണ്ട് എന്നുള്ള കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ കാന്തപുരം ഉസ്താദിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണതകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അധികവും കാണാൻ സാധിക്കുന്നത്. ഏതായാലും കാന്തപുരം ഉസ്താദ് നടത്തിയ ആ ഒരു പ്രസ്താവന നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയാണ് വലിയ രീതിയിലുള്ള വിവാദമായി മാറിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് വലിയ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് കാന്തപുരം ഉസ്താദിനെ വലിയ രീതിയിൽ വാനോളം പുകഴ്ത്തിയവരും വിമർശിച്ചവരും കാന്തപുരം ഉസ്താദ് നടത്തിയ ഈ ഒരു പരാമർശത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ അവഹേളിക്കുന്ന പരിഹസിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റൊരു പ്രസ്താവനയിലൂടെ കാന്തപുരം ഉസ്താദ് അവരുടെ എല്ലാം ശത്രുവായി മാറുന്നു. നമുക്കതിനു മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ അദ്ദേഹം ആ ഒരു പ്രസ്താവന ആരോടാണ് പറഞ്ഞു വെച്ചത് എന്നുള്ളതാണ്. നോക്കൂ, അദ്ദേഹം തൻ്റെ മുന്നിലിരിക്കുന്ന തൻ്റെ അനുയായികളായ വിശ്വാസികളായ ആളുകളോടാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന പറഞ്ഞു വെച്ചത്. അല്ലാതെ പബ്ലിക്കായിട്ടൊരു വേദി കെട്ടിക്കൊണ്ടല്ല അദ്ദേഹം ആ ഒരു അവകാശവാദം ഉന്നയിച്ചത്. നമുക്കത് ആദ്യമായിട്ടൊന്നുമല്ല തിരുകേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ളത് ഒറിജിനൽ അല്ല, നേരെ മറിച്ച് അതൊരു വ്യാജമായ തിരുകേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അന്ന് ഉസ്താദിനെതിരെ രംഗത്ത് വരികയുണ്ടായി. നമുക്ക് ഈ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ കാന്തപുരം ഉസ്താദിനെതിരെ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: കാന്തപുരത്തിന് എവിടെ നിന്നാണ് തിരുകേശം ലഭിച്ചത്? സ്വന്തം പേരും പ്രതാപവും ഉയർത്തിക്കാട്ടാൻ കാന്തപുരത്തിന്റെ അടവാണിത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കുട്ടി രംഗത്ത് വന്നു. AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ളത് പ്രവാചക കേശമല്ല, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദം എന്നത് വ്യാജമാണ്. ഗ്രാൻഡ് മുഫ്തി പദവി ലഭിക്കുന്നത് ചില നാടകങ്ങളിലൂടെ ഡൽഹിയിൽ പോയി ഒരു സമ്മേളനം നടത്തി ഗ്രാൻഡ് മുഫ്തി പദം വ്യാജമായി നൽകപ്പെടുന്നു എന്നുള്ള കുറേ ആരോപണങ്ങളുമായി ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വരുന്നു. തിരുകേശം തന്നെ കള്ളത്തരം. ആരാണ് തിരുകേശത്തിന്റെ അളവെടുത്തത്? കാന്തപുരത്തിന്റെ മരണാനന്തരം അത്ഭുത സിദ്ധിയായി പ്രചരിപ്പിക്കാനുള്ള കുബുദ്ധിയാണ് നടക്കുന്നത്. മുടിയുടെ പേരിലുള്ള കേന്ദ്രം വരുമാന കേന്ദ്രമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളുമായി അബ്ദുള്ള കോയ മദനി എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, തിരുകേശം എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ സ്നേഹത്താൽ പ്രവാചകർ നബി തങ്ങളുടെ തിരുകേശങ്ങൾ സ്വഹാബിമാർ സൂക്ഷിച്ചിരുന്നതായി ചരിത്ര പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള വിഷയമെന്നുള്ളത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ളത് ആ തിരുകേശം അത് ഒറിജിനലാണോ വ്യാജമാണോ എന്നുള്ള തർക്ക വിഷയമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പക്കലുള്ള ആ തിരുകേശം ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യത്തെക്കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതലും വേദനയുണ്ടാക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയെ ആഘോഷിക്കാൻ തുടങ്ങുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷിക്കേണ്ട ആ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരമൊരു തിരുകേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് നടത്തിയ ആ ഒരു പ്രസ്താവന എടുത്തിട്ടുകൊണ്ട് അവിശ്വാസികളായ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ എടുത്ത് പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെയധികം മോശമായി കൊണ്ട് പരിഹസിക്കുന്ന, നബി തങ്ങളെ ചീത്ത വിളിക്കുന്ന പലതരം പ്രവണതകളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള ആ ഒരു തിരുകേശം അത് ഒറിജിനലാണ് എങ്കിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ ആ ഒരു പ്രസ്താവന പോലെ തന്നെ അതിന് സെന്റിമീറ്ററോളം, അതായത് 1/2 സെന്റിമീറ്ററോളം നീളം വെച്ചിട്ടുണ്ട് എങ്കിൽ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിച്ചവർ, അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നേരെ മറിച്ച് കാന്തപുരം ഉസ്താദ് നടത്തിയത് കളവാണെന്ന് വിചാരിക്കുക, വെറും ഒരു വ്യാജമാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആ ഒരു കളവ് പ്രചരിപ്പിച്ചത് മറ്റാരെക്കുറിച്ചുമല്ല, ലോകത്തിന്റെ നായകനായ അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ്. നബി തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി കളവ് പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ അത് എത്രത്തോളം കാഠിന്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വ്യക്തമായ ബോധ്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നെക്കുറിച്ച് ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ.
സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസാണിത്. അപ്പോൾ അത്തരത്തിൽ നിബിധങ്ങളുടെ പേരിൽ കാന്തപുരം ഉസ്താദ് കളവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ അള്ളാഹുവിലേക്ക് വിട്ടുകൊള്ളുക. കാരണം അള്ളാഹു എല്ലാം കാണുകയും അറിയുന്നവനുമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് നിബിധങ്ങളെ അവഹേളിക്കുന്ന, കളിയാക്കുന്ന, ചീത്ത വിളിക്കുന്ന ഒരു പ്രവണത അത് പ്രവാചക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. കാന്തപുരം ഉസ്താദ് മാത്രമല്ല, തിരികേശത്തിൽ വളർച്ചയുണ്ട്, അതായത് തിരികേശം വളരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള പണ്ഡിതനായിട്ടുള്ള അലി ജുമ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൂടി ഒന്ന് കേൾപ്പിക്കാം. شعر رسول الله صلى الله عليه وسلم شيء غريب عجيب رأيناه وحصرناه وشاهدناه بأعيننا أنه ينمو. شعر رسول الله ما زال ينمو. تحطها كده تلاقيها اتشعبت وطالت. فالشعرة بتتقسم 2 وكل واحدة منهم بعد كده بتتقسم 2. ده رأيناه بأعيننا أن شعر رسول الله ينمو. قال أولياء الله وذلك أن النبي حي. مش الشهداء أحياء، عدوه في الشهداء، هو في الشهداء لأنه مات بأثر السم الذي وضعته اليهودية في الذراع، وكان دائما يقول قطعت أبهري. الأبهر اللي هو الأورطة، العرق اللي بنسميه الأورطة ده، قطعت أبهري، حس بألم كده صلى الله عليه وسلم، وظل كذلك 2 ومات، فمعدود من الشهداء. كما أنه حي في قبره. قال الأنبياء أحياء في قبورهم. وقال تعرض علي أعمالكم فإن وجدت خيرا حمدت الله وإن وجدت غير ذلك استغفرت لكم. أخرجه البيهقي في جزء عن حياة الأنبياء وصححه. وقال أيما مسلم صلى عليه أو سلم رد الله عليه حتى أرد عليه السلام. يبقى حي في قبره ده، هو قاعدين نلهج بالصلاة عليه للنهار، واخد بالك، بطريقة مستمرة في العالم كله، ورفعنا لك ذكر. فمما بقي من آثار النبوة دال على مقام النبي المصطفى والحبيب المجتمع شعارات النبي صلى الله عليه وسلم. കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്. ഇനി മറ്റൊന്ന്, ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രശസ്ത സൂഫി പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ ഗനിയുന്ന ബുലുസിയിൽ നിന്നും അല്ലാമ യൂസുഫ് നബഹാനി ഉദ്ധരിക്കുന്നുണ്ട്. ചില തിരുകേശങ്ങൾ സ്വമേധയാ ചലിക്കും, നീളം വയ്ക്കും, പൊട്ടിമുളയ്ക്കും. ഈ ജീവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങൾക്കും അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ജവാഹിറുൽ ബിഹാറിൽ പ്രതിപാദിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ചരിത്രങ്ങളിൽ കാണാം, ഇമാം മുസ്തർഷിദ് റളിയല്ലാഹു അൻഹുവിനെയും അനുയായികളെയും ബാത്തുനിയത്ത് ക്രൂരമായി കൊലപ്പെടുത്തുകയും അവരുടെ മയ്യത്തുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ ഒരു പ്രസ്തുത സംഭവം വിവരിക്കുന്നിടത്ത് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്, വധിക്കപ്പെടുമ്പോൾ ഇമാം മുസ്തർഷിദ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ളുഹർ നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുന്നു. പിന്നെ അവരുടെ ജനാസകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. മയ്യത്തുകൾ മുഴുവനും കത്തിക്കരിഞ്ഞുവെങ്കിലും മടക്കിപ്പിടിച്ച ഒരാളുടെ കൈപ്പത്തി മാത്രം കരിഞ്ഞിരുന്നില്ല. ആ കൈപ്പത്തിയും കൂടി കരിക്കാനുള്ള ശത്രുക്കളുടെ ശ്രമവും പരാജയപ്പെട്ടു. കൂട്ടിപ്പിടിച്ച് കൈപ്പത്തി അവർ തുറന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അതിലവർ കണ്ടെത്തി. ഭരണാധികാരി മസൂദ് അതെടുത്ത് സ്വർണത്തിന്റെ കിണ്ണത്തിൽ സൂക്ഷിച്ചതായി ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. പിന്നെ ഈ ഒരു വിഷയത്തെ എടുത്തിട്ടുകൊണ്ട് ചില ആളുകൾ കുറേ ചോദ്യങ്ങൾ പരിഹാസത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. കൊല്ലാക്കൊല്ലം വളർന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം വളർന്നു കാണുമെന്നൊക്കെയുള്ള പരിഹാസ്യപരമായ ചോദ്യങ്ങൾ. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാന്തപുരം ഉസ്താദ് ആ തിരുകേശം കൊല്ലാക്കൊല്ലവും വളരുന്നുണ്ട് എന്നോ മാസം തോറും വളരുന്നുണ്ടോ എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കൊണ്ടുവച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മാത്രമല്ല, അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളോടായ, അനുയായികളോടായ ആളുകളോടാണ്. നോക്കൂ, പ്രവാചകരോട് കല്ലുകളും മരങ്ങളും സലാം പറഞ്ഞിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. പ്രവാചകർ വഫാത്തായിട്ട് 1400 വർഷം കഴിഞ്ഞിട്ടും ആ ഭൗതിക ശരീരത്തിന് ഒരു കേടുപാട് പോലും പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് സലാം പറഞ്ഞാലും അത് കേൾക്കുമെന്നും ആ സ്പോട്ടിൽ ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. പ്രവാചകരുടെ കൈവിരലുകൾക്കിടയിൽ നിന്നും വെള്ളം വന്നിരുന്നെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. പ്രവാചകർക്ക് കാർമേഘം നിഴലിട്ട് കൊടുത്തിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. 7 ആകാശവും കടന്ന് ഈ ഭൂലോകത്തിലെ ഒരു വസ്തുവിനും കടന്നു ചെന്നെത്താൻ കഴിയാത്ത സ്ഥലത്ത് പ്രവാചകർ സഞ്ചരിച്ചുവെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. പ്രവാചകർ നബിതങ്ങൾ ചന്ദ്രനെ 2ആയി പിളർത്തിയെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് തിരുകേശത്തിൽ അത് വളർച്ചയുണ്ടായി എന്ന് പറയുമ്പോൾ അത്തരമൊരു കാര്യത്തെ നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാനുമാവില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അല്ലാഹു അഅലം, എല്ലാം അല്ലാഹുവിന് മാത്രമേ അറിയൂ. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ, അത് തിരുകേശത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കളിയാക്കിയവരുടെയും പരിഹസിച്ചവരുടെയും അവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടാകും. നേരെ മറിച്ച് കാന്തപുരം ഉസ്താദ് നടത്തിയത് വ്യാജമാണ് എന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വിട്ടുകൊള്ളുക. കാരണം റബ്ബ് എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്.